ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആണ്ടുവട്ടം 1-ാം ഞായറിൽ യേശുവിന്റെ ജ്ഞാനസ്നാന പെരുന്നാളാണ് നാം ആഘോഷിക്കുന്നത്. മത്തായി 3:13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് വിചിന്തനത്തിനായി തിരുസഭ നമുക്ക് നൽകുന്നത്. യേശു യോഹന്നാനിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതും യേശു വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതും സ്വർഗത്തിൽ നിന്നുള്ള ദൈവത്തിന്റെ സ്വരവും അടങ്ങുന്നതാണ് ഈ വചനഭാഗം. മത്തായി തന്റെ സ്രോതസ്സുകളിൽ ഒന്നാമതായി മർക്കോസിന്റെ സുവിശേഷം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരണങ്ങളും ചേർക്കുന്നുണ്ട്. യേശുവിന്റെ സ്നാനത്തെക്കുറിച്ചുള്ള മർക്കോസിന്റെ സംക്ഷിപ്ത വിവരണത്തിലേക്ക് മത്തായി 2 പ്രധാന ഭാഗങ്ങൾ ചേർക്കുകയാണ്. ഒന്ന്, യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലിയിൽ നിന്ന് ജോർദാനിൽ അവന്റെ അടുത്തേക്ക് വന്നു. ഇത് യേശു തന്നെ സ്നാനം സ്വീകരിക്കാൻ മുൻകൈയെടുക്കുന്നുവെന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ്. 2, യോഹന്നാൻ യേശുവിനെ തടയുന്നെങ്കിലും യേശു പറയുന്നു, സർവനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. ജനങ്ങളെ സ്നാനപ്പെടുത്തിയ ആദ്യത്തെ വ്യക്തി യോഹന്നാൻ ആയിരുന്നില്ല. യഹൂദർ അവരുടെ വിശ്വാസം സ്വീകരിച്ചെത്തിയവരെ സ്നാനപ്പെടുത്തിയിരുന്നു. പക്ഷേ അവർ മറ്റു യഹൂദരെ സ്നാനപ്പെടുത്തിയിരുന്നില്ല. തങ്ങൾക്കും സ്നാനം ആവശ്യമാണെന്ന് യഹൂദർക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞില്ല. യോഹന്നാൻ മാനസാന്തരത്തിന്റെ സ്നാനം നൽകുന്നതിന് മുൻപുള്ള കാര്യമൊന്നും മത്തായി നമ്മോട് പറയുന്നില്ല. യേശു വലിയവനും യോഹന്നാൻ ചെറിയവനുമാണെന്ന് മത്തായി തുടക്കത്തിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. 4 സുവിശേഷങ്ങളിലും നമുക്ക് ഈ ഊന്നൽ കാണാൻ കഴിയും. യേശു സ്നാനം സ്വീകരിക്കാൻ സ്വയമേവ വരുമ്പോൾ യോഹന്നാനെ പോലെ നമുക്കും അത്ഭുതം തോന്നും. കാരണം യോഹന്നാൻ ഒരു മാനസാന്തരത്തിന്റെ സ്നാനമാണ് പ്രഖ്യാപിച്ചത്. സ്നാനമേറ്റവർ അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. യേശുവിന് അനുതപിക്കാൻ ഒന്നുമില്ല, ഏറ്റുപറയാൻ പാപങ്ങളുമില്ല. അതിനാൽ യേശു പറയുന്നു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. സുവിശേഷത്തിലെ യേശുവിന്റെ ആദ്യ വാക്കുകളാണ് ഇവ. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ഏറെ പ്രാധാന്യവുമുണ്ട്. നീതി മത്തായി സുവിശേഷത്തിൽ ഒരു പ്രധാന വിഷയമാണ്. സർവനീതിയും പൂർത്തിയാക്കുക എന്നതുകൊണ്ട് യേശു എന്താണ് ഉദ്ദേശിക്കുന്നത്? മത്തായി സുവിശേഷത്തിൽ നീതി എന്നത് ദൈവഹിതം നിറവേറ്റുക എന്നതാണ്. തോറ അഥവാ നിയമം പാലിക്കുന്നത് അതിൽ ഉൾപ്പെടുന്നു. യഥാർത്ഥ നീതി ബാഹ്യമായ ആചരണത്തെക്കാൾ കൂടുതൽ ഉൾക്കൊള്ളുന്നുവെന്ന് യേശു ഗിരിപ്രഭാഷണത്തിൽ വ്യക്തമാക്കും. നിയമത്തിന് പിന്നിലെ ആത്മാവിനെ ബഹുമാനിക്കുന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. സുവിശേഷത്തിൽ യേശു പലപ്പോഴും നിയമത്തെക്കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. പൊതുവെ പ്രവാചകന്മാരെ കുറിച്ച് സംസാരിക്കുന്നു. നിയമത്തിന്റെ അക്ഷരത്തിനപ്പുറം അതിന്റെ പിന്നിലെ ആത്മാവിലേക്ക് നീങ്ങുവാൻ ആളുകളെ സഹായിക്കുക എന്നതായിരുന്നു പ്രവാചകന്മാരുടെ പങ്ക്. അങ്ങനെ യഥാർത്ഥ നീതി കൈവരിക്കാൻ കഴിയും. യോഹന്നാൻ നൽകിയ സ്നാനത്തിന് കീഴടങ്ങിയത് ദൈവഹിതമായിട്ടാണ് യേശു കാണുന്നതെന്ന് ഇവിടെ വ്യക്തമാണ്.
ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ വിശ്വസ്തമായ അനുസരണയിലൂടെ തന്റെ പങ്ക് നിറവേറ്റി യേശു സർവ്വനീതിയും നിറവേറ്റുന്നു. മത്തായി യേശു സ്വീകരിക്കുന്ന സ്നാനത്തെക്കുറിച്ച് വിവരിക്കുന്നില്ല, മറിച്ച് അതിനെ തുടർന്നുള്ള യുഗാന്ത്യശാസ്ത്രപരമായ അടയാളങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു, ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. യേശു വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടുത്തെ മേൽ ഇറങ്ങുന്നു. മനുഷ്യരൂപത്തിൽ ജന്മമെടുക്കാൻ തന്റെ സ്വർഗീയ മഹത്വം സ്വയം ഒഴിഞ്ഞുകൊണ്ട് യേശു ജീവിതം ആരംഭിച്ചു. ഇപ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിന്റെ ഭൗമിക ഭവനത്തിൽ അവിടുത്തെ കാണാൻ ഇറങ്ങി വരുന്നു. ദൈവത്തിന്റെ ആത്മാവ് യേശുവിന്റെ ജീവിതത്തിൽ ഇതുവരെ സജീവമായിട്ടില്ല എന്ന് ഇതിനർത്ഥമില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ മറിയം യേശുവിനെ ഗർഭം ധരിച്ചുവെന്ന് മത്തായി ഇതിനകം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. 4 സുവിശേഷങ്ങളിലും ആത്മാവിന്റെ ഇറങ്ങി വരവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഈ ആത്മാവ് യേശുവിന്റെ ശുശ്രൂഷയിൽ ഉടനീളം ശക്തി നൽകുകയും ചെയ്യും. ആത്മാവിന്റെ ശക്തിയാൽ യേശു സാത്താന്റെ ശക്തികളെ ആക്രമിക്കും. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം യേശുവിന്റെ ജ്ഞാനസ്നാന സമയത്ത് ത്രിത്വത്തിലെ 3 ആളുകളും സന്നിഹിതരാണ് എന്ന് വ്യക്തമാക്കുകയാണ്. പുത്രൻ, ആത്മാവ്, പിതാവ്. പിതാവിന്റെ വാക്കുകൾ സങ്കീർത്തനം 2:7 നീ എന്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി എന്നതുമായി ചേർന്ന് പോവുകയാണ്. ഏശയ്യാ 42:1 ബന്ധമുണ്ട്. ഇതാ എന്റെ ദാസൻ, എന്റെ പ്രീതിപാത്രം. ഈ വാക്കുകൾ യേശുവിന്റെ വ്യക്തിത്വത്തെയും അവിടുത്തെ സ്നാനത്തോടെ ആരംഭിക്കുന്ന ശുശ്രൂഷയെയും സാധൂകരിക്കുകയാണ്. വാഗ്ദാനം ചെയ്യപ്പെട്ടവൻ യേശുവാണെന്ന് സ്വർഗത്തിൽ നിന്നുള്ള സ്വരം വ്യക്തമാക്കുന്നു. ദാവീദിന്റെ ഈ പുത്രൻ ദൈവപുത്രനുമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ തന്നെ ജ്ഞാനസ്നാനത്തെ അനുസ്മരിക്കാൻ യേശുവിന്റെ സ്നാനം നമ്മെ ക്ഷണിക്കുകയാണ്. നാം സ്വീകരിച്ച ജ്ഞാനസ്നാനം നമ്മെ മറ്റാരേക്കാളും ആത്മീയമായി മികച്ചവരാക്കുന്നില്ല, പക്ഷേ അത് നമ്മെ ശക്തിപ്പെടുത്തുന്നു. ജ്ഞാനസ്നാന സ്വീകരണത്തോടെ ദൈവം നമ്മോടൊപ്പമാണ്. സ്വർഗം തുറക്കപ്പെടുന്നു. ജ്ഞാനസ്നാനത്തോടെ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ക്ഷണിക്കുകയും സജ്ജരാക്കുകയും ചെയ്യുന്നു. ആത്മാവ് ഇറങ്ങി വരുന്നു. ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ നാം അവിടുത്തെ പ്രിയപ്പെട്ട മക്കളാണെന്ന് പിതാവായ ദൈവം പ്രഖ്യാപിക്കുന്നു. ജ്ഞാനസ്നാനം നമ്മെ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ അനുയായികളാക്കാൻ പ്രാപ്തരാക്കുന്നു. ജ്ഞാനസ്നാനത്തിലൂടെ ദൈവഹിതത്തിന് വഴങ്ങി തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തുവിനെ പോലെ പ്രവർത്തിക്കുമ്പോൾ നാമും അവിടുത്തെ അനുയായികളായി മാറും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.